ഇന്ന് ഓഗസ്റ്റ് 25. വാർത്തയുടെ പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജി ഉടൻ ഉണ്ടാകില്ല. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നിട്ടും MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം പരിഗണനയിൽ പോലുമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഓഗസ്റ്റ് 21 അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിലും പ്രത്യേകിച്ച് ഔപചാരികമായി പരാതിയോ FIRോ ഫയൽ ചെയ്തിട്ടില്ലാത്തതിനാൽ MLA സ്ഥാനത്ത് നിന്ന് മാറുന്നത് അനാവശ്യമാണെന്ന് അദ്ദേഹത്തിന്റെ വാദം. രാഹുൽ രാജിവെക്കണമെന്ന മുൻ തീരുമാനത്തിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തൽക്കാലം സമ്മർദ്ദം ഒഴിവാക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ അടിയന്തര രാജി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ആരോപണങ്ങളിൽ മാങ്കൂട്ടത്തിന്റെ ഭാഗവും കേൾക്കണമെന്ന് ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ ആകില്ല എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച നിയമങ്ങൾ കേരള സർക്കാർ കർശനമാക്കി. പുതിയ ഉത്തരവ് പ്രകാരം നഷ്ടത്തിലായതും സർക്കാർ ബജറ്റിനെ ആശ്രയിച്ചുള്ളതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിയമപരമായ ഏറ്റവും കുറഞ്ഞ ബോണസ്, അതായത് 8.33% മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. പ്രതിമാസം 24,000-ൽ കൂടുതൽ വരുമാനമുള്ള ജീവനക്കാർക്ക് ബോണസ് യോഗ്യതയില്ല. ലാഭമുണ്ടാക്കുന്ന യൂണിറ്റുകൾക്ക് 20% വരെ ബോണസ് നൽകാം. എന്നാൽ ഇവരുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം. ഒരാശ്വാസം എന്തെന്നാൽ ഓണം പ്രമാണിച്ച് കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓഗസ്റ്റ് മാസത്തെ ശമ്പളം, വേതനം, പെൻഷൻ എന്നിവ മുൻകൂറായി ലഭിക്കുമെന്നുള്ളതാണ്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങൽ തുടരുന്നതും ഉയർന്ന വ്യാപാര തടസ്സവും ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇന്ത്യക്ക് മേൽ വൻതോതിലുള്ള തീരുവ ചുമത്തിയിരുന്നു. തുടക്കത്തിൽ 25%, പിന്നാലെ 25%മാണ് വർദ്ധിച്ച തീരുവ. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല തീരുമാനത്തെ ന്യായീകരിച്ചു. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള വാഷിംഗ്ടണിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണിതെന്നാണ് വാദം. ഈ നീക്കം US ഇന്ത്യ വ്യാപാര ബന്ധങ്ങളെ വഷളാക്കിയേക്കാമെന്ന് വാൻസ് സമ്മതിച്ചു. എന്നാൽ മോസ്കോയുടെ സാമ്പത്തിക ജീവനാഡികളെ നിയന്ത്രിക്കുന്നതിനുള്ള ആവശ്യമായ നടപടിയായി ഭരണകൂടം ഇതിനെ കാണുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവർ വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും നിലവിൽ ബുദ്ധിമുട്ടുകൾ തുടരും. ഓണാഘോഷങ്ങൾക്കിടെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഓഗസ്റ്റ് 26 മുതൽ 28 വരെ കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കും. ഇന്നത്തെ വാദം കേൾക്കൽ വരെ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നീട്ടിക്കൊണ്ടുള്ള മുൻ കോടതി നിർദ്ദേശത്തെ തുടർന്നാണിത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിൽ കൊച്ചിയിലെയും കോഴിക്കോടെയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തതായി ഒരു വനിതാ ഡോക്ടർ വേടനെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കേസുകൾ വർദ്ധിക്കുന്നത് ആശങ്കയാകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വയനാട് സ്വദേശിയായ 30 വയസ്സുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8ആയി. കോഴിക്കോടും മലപ്പുറത്തും 3 പേർ വീതം, വയനാട്ടിൽ നിന്നുമുള്ള 2 പേർ വീതവുമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കേരളത്തിൽ 2025 ജനുവരി മുതൽ ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം 6 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ എന്നിവയ്ക്ക് സമീപം കെട്ടിക്കിടക്കുന്നതോ സുരക്ഷിതമില്ലാത്തതോ ആയ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി തന്നെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകൾ തുടരും. സൈനിങ് ഓഫ്.